റൈസിംഗ് കേരള 2016 ഫുഡ് എക്സ്പോയുടെ ഭാഗമായി ഭക്ഷ്യാധിഷ്ഠിത വ്യവസായ ശില്പശാല സംഘടിപ്പിച്ചു. മിൽമ ചെയർമാൻ പി.ടി. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. റൈസിംഗ് കേരള 2016 ഫുഡ് എക്സ്പോയുടെ ഭാഗമായാണ് ഭക്ഷ്യാധിഷ്ഠിത വ്യവസായം എന്ന ശില്പശാല നടന്നത്. ഹോട്ടൽ ഹൈസൻ ഹെറിറ്റേജിൽ നടന്ന ഏകദിന ശില്പശാല സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫുഡ്വെയർ ഇൻഡസ്ട്രീസ്, ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ്, കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ തുടങ്ങിയവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് നടന്നത്. ഫുഡ് ഡയറി ആൻഡ് പാക്കേജിംഗ് മേഖലയിലെ നവീന ബിസിനസ് സാധ്യതകൾ, ഫുഡ് സേഫ്റ്റി ആക്ട്, ഭക്ഷ്യ വ്യവസായം, വിൽപ്പനയും വിപണനവും എന്നീ വിഷയങ്ങളെ മുൻനിർത്തിയാണ് ക്ലാസുകൾ നടന്നത്. ശില്പശാലയുടെ ആദ്യ സെക്ഷനിൽ സാറ ടെക്നോ പ്രൊപ്പറേറ്റർ മാത്യു ആന്റണി ക്ലാസ് എടുത്തു. കർഷകനെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടില്ല. സേലം മേഖലയിലെ മാങ്ങ കർഷകനെ കാണണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാനില്ലെങ്കിൽ മാങ്ങയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചറിയാം. They don't buy Indian machines, German machines വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് ഉണ്ടായത്? അവിടെ സംഭവിച്ചത് പ്രിസർവ് ചെയ്യാന്നുള്ള ധൈര്യം, പ്രിസർവ് ചെയ്യണം. അപ്പൊ ബ്രോക്കേഴ്സിനൊന്നും റോൾ ഉണ്ടാവില്ല. നാളെ ഇത് കളയേണ്ടി വരുന്നുള്ള പ്രശ്നം ഉണ്ടാവുള്ളൂ. തുടർന്ന് ഡോക്ടർ അനിൽകുമാർ കെയർ, പി.വി. നാരായണൻ, പ്രൊഫസർ ആനന്ദകുട്ടൻ, ബി. ഉണ്ണിത്താൻ, കെ. ഏലിയാമ്മ തുടങ്ങിയവരുടെ നേതൃത്വത്തിലും ക്ലാസുകൾ നടന്നു. മിൽമ ചെയർമാൻ പി.ടി. ഗോപാലകുറുപ്പാണ് ശില്പശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ റൈസിംഗ് കേരള കൺവീനർ ഫിറോസ് ഇ.പി., അനിൽകുമാർ എം, കെ.ടി. തോമസ്, സൈമൺ സക്കറിയ, പി.സി. മജീദ് തുടങ്ങിയവരും പങ്കെടുത്തു.